പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഉപവാസത്തിൻ്റെ 3-ാം ദിവസമാണ്. അനുഗ്രഹീതമായ നിലയിൽ ഈ ദിവസങ്ങളിലെല്ലാം ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നന്ദി പറയുന്നു. നമുക്കിനി അല്പസമയം ദൈവവചനം കേൾക്കാനുള്ള സമയമാണല്ലോ. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ജെയിം ബ്രദറിൻ്റെ മോന് ഫിന്നി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവും. ഫിന്നിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിൻ്റെ എൻഗേജ്മെൻറ്റ് നവംബർ 11-ന് ശനിയാഴ്ച നടക്കും. അതുപോലെ തന്നെ നവംബർ 16-ന് വിവാഹം ബെഞ്ചമിൻ ബെയ്ലി ഹാളാണ്, ചാലുകുന്നിൽ, കോട്ടയത്ത്. അറിയാമല്ലോ അല്ലേ, ബെഞ്ചമിൻ ബെയ്ലി ഹാള്. CSI കത്തീഡ്രൽ, അതിൻ്റെ അവിടുന്ന് അങ്ങോട്ട് അല്ലേ, CMS കോളേജിൻ്റെ അതിൽ അങ്ങോട്ട് കുറച്ച്. ഇതിനു മുമ്പ് നമ്മളൊരു വിവാഹം അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ നവംബർ 16-ാം തീയതി വ്യാഴാഴ്ച എല്ലാവരും എന്ന ഡേറ്റ് ഒന്ന് കുറിച്ച് വെച്ചേക്കണം. ഇന്ന് ഔദ്യോഗികമായി അടുത്ത 2 ആഴ്ചകളിൽ അദ്ദേഹം വിളിക്കും. ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തി എന്നുള്ളതുള്ളൂ. ആ കുഞ്ഞിനെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. ആ വിവാഹം ഭംഗിയായിട്ട് നടക്കുവാൻ വേണ്ടി സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്ത് കർത്താവേ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ വിവാഹമെല്ലാം അനുഗ്രഹപ്രദമായി നടക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കരം നീട്ടുമാറാകണം, അനുഗ്രഹിക്കണം. ദൈവമേ, 2 കുഞ്ഞുങ്ങളെയും ഫിന്നി വിവാഹം ചെയ്യാൻ പോകുന്ന ആ കുഞ്ഞിൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. കർത്താവെ, ഐശ്വര്യയെയും ഫിന്നിയെയും ഒരു അനുഗ്രഹീതമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളടിച്ച ആ നല്ല തീരുമാനത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാൻ, ദൈവത്തെ ആരാധിക്കാം. താങ്ക് യു. ദൈവം ഇന്ന് കുറേ പുതിയ ആളുകളെയൊക്കെ കാണുന്നുണ്ട്, കുറേ നാളുകൾക്ക് ശേഷം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മുടെ ഡോട്ടി മമ്മി മാത്രമേ ഉള്ളൂ? തന്നെയുള്ളൂ? ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ചേർത്തല ചർച്ചിൽ നിന്ന് നമ്മുടെ ജോർജ് സാറും, അദ്ദേഹം ചേർത്തലയ്ക്ക് അടുത്ത എറണാകുളത്താണ്, ചേർത്തലയിലാണ് ILTS സ്ഥാപനം നടത്തുന്നത്. ചേർത്തലയാണ് ഒരു സ്ഥാപനം നടത്തുന്ന ILTS പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അദ്ദേഹവും അവിടുത്തെ ചർച്ചിലെ മെമ്പറാണ്. ഇന്ന് നമ്മുടെ കൂടെ ആരാധനയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും കരങ്ങളടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. എനിക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആദ്യമായിട്ട് വന്നവർ. പ്രൈസ് ദി ലോർഡ്. എവിടെ നിന്നാണ് വരുന്നത്? കേൾക്കാം. കഞ്ഞിക്കുഴി. പേരെന്നാ? രതീഷും കുടുംബമാണ്. കരങ്ങളടിച്ചാൽ നമുക്ക് വൈഫും കുഞ്ഞുമാ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ദൈവം ഇവിടെ കൊച്ചുമോളുടെ ഭവനത്തിൽ പുറകിലിരിക്കുന്ന അവർ ആദ്യമായിട്ട് വരുന്നതാണോ? സോറി. ജോസാർ വൈഫും കുഞ്ഞുങ്ങളും അല്ലേ? ഓക്കെ. പ്രൈസ് ദി ലോർഡ്. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ദൈവവചനത്തിലേക്ക് നേരെ പ്രവേശിക്കും. ഞാനൊരു കാര്യം വിട്ടുപോയി. നമ്മുടെ രാജൻ സാറിൻ്റെ മോളുടെ ഹസ്ബൻഡും അവരൊന്ന് എഴുന്നേറ്റ് നിന്നേ. വിവാഹത്തിന് ശേഷം ആദ്യമായിട്ട് നമ്മുടെ സഭയിലേക്ക് വരുന്നതാണ്. ഇതാണ് വത്സം ആൻറ്റി, രാജൻ സാറിൻ്റെ കുഞ്ഞും അവളുടെ ജീവിത പങ്കാളിയും. കരങ്ങളടിച്ച് നമുക്ക് അവരെയും സ്വാഗതം ചെയ്യാൻ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം, ദൈവസന്നിധിയിൽ ഇരിക്കാം. നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. തിരുവചനം കേൾക്കുന്നത് നമുക്ക് അനുഗ്രഹമല്ലേ? ഇന്ന് 3-ാം ദിവസം ഉപവാസത്തിലാണ്. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വിഷയം ഡെലിവറൻസ്, വിടുതൽ എന്ന കാര്യമാണ്. പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ എന്നുള്ള വിഷയമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയാണ്. ഇതുവരെയും ഞാൻ വിശ്വസിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവം വിടുതൽ തന്നിട്ടുണ്ട് എന്ന്. വിടുതൽ തന്നെങ്കിൽ നിങ്ങളുടെ ആരാധനയ്ക്കകത്തും ഹല്ലേലൂയ പറച്ചിലിൻ്റെ അകത്തും വ്യത്യാസമുണ്ടാകും. ആയിട്ടില്ല. അപ്പോൾ ഇതുവരെ കുറേ പ്രാവശ്യം വെക്കേണ്ടി വരുമായിരിക്കും വിടുതൽ ഉണ്ടാകണമെങ്കിൽ. അതരം തുറന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ.
നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. നമ്മളിത് ശ്വസിച്ചെടുക്കുന്നത് പോലെയാണ് ഈ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന ഈ കൾച്ചറിൽ നിന്ന് പലതരത്തിലുള്ള ദുരാത്മാക്കളെ നമ്മൾ അകത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട്, ഇൻഹെയിൽ ചെയ്യുന്നു അല്ലേ? അതുപോലെ തന്നെ നമ്മളതിനെ എക്സെയിൽ ചെയ്യണം. ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ദുഷ്ടപിശാചിനെ പുറത്തേക്ക് കളയുകയും പകരം ദൈവത്തിൻ്റെ ആത്മാവിനെ നിറയ്ക്കുവാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിലാണ്. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ചിലരുടെ ചോദ്യം, ഞങ്ങൾ എന്തിനാണ് ദൈവാത്മാവിനെ നിറയുന്നത്? കുഞ്ഞെ, ദൈവാത്മാവിനെ നിറഞ്ഞാൽ മാത്രമേ മധ്യാകാശത്തിൽ യേശു വരുമ്പോൾ, യേശു വന്ന് വിളിക്കുമ്പോൾ അവൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവാത്മാവിനെ നിറയണം. അതിനുവേണ്ടി ലീവ് എടുക്കണമെങ്കിൽ ലീവ് എടുക്കണം, അതിനുവേണ്ടി സമയം മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കണം. ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതം ഏറ്റവും ധന്യമാണ്. ജീവിതത്തിൽ എന്ത് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. നീ ചോദിക്കുന്നതിനേക്കാൾ നിനക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ദൈവം ചെയ്യുവാൻ മതിയായവനെന്ന് ദൈവം വെളിപ്പെടുത്തിയിരിക്കും. ഈ ദൈവം അത്ഭുത മന്ത്രിയാണ്. ഈ ദൈവം വീരനാം ദൈവമാണ്. അവന് അസാധ്യമായിട്ട് ഒന്നുമേ ഇല്ല. തിരുവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ നിങ്ങൾ വല്ല ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ കലവല ശബ്ദം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ വന്നിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശബ്ദം ഉണ്ടാക്കണം. ഇവിടെ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഉണ്ടാക്കാനുള്ള സമയമില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ആവശ്യവും വരികയില്ല. കാരണം നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ശബ്ദമുണ്ടാക്കിയിരിക്കുകയാണ്. രാജാവുള്ളിടത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തിരുവചനത്തിലേക്ക് വരാം. നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്ന വിഷയം ലൂക്കോസിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വാക്യങ്ങളാണ്. ലൂക്കോസ് 2:6 മുതൽ. കഴിയുമെങ്കിൽ എല്ലാവരും ദൈവസന്നിധിയിൽ ബൈബിൾ തുറന്നെടുത്തിട്ട്, നിങ്ങളുടെ മൊബൈലാണെങ്കിലും വേദപുസ്തകം ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആ ഭാഗം വായിക്കാം. ലൂക്കോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. ഒരുമിച്ച് വായിക്കാം. റെഡിയായോ? 1 2 3 4. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിലുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ ആ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാർത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവസന്നിധിയിൽ താണിരിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ധ്യാനിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ സജ്ജമാക്കണം. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒത്ത നടുക്ക് 119 സങ്കീർത്തനം 11-ാം വാക്യം പറയുന്ന പോലെ വചനത്തെ സ്വീകരിക്കാനും സൂക്ഷിക്കുവാനും അവയെ വീണ്ടും വീണ്ടും ധ്യാനിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ നീ കൃപ നൽകണം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ധന്യമായ അനുഗ്രഹമായ ദൈവത്തിൻ്റെ വചനം, ഞങ്ങളുടെ ജീവനായ ക്രിസ്തുവിനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് ലഭിക്കുവാൻ ആവശ്യമായ ഈ ദൈവത്തിൻ്റെ ആലോചനകൾ കർത്താവെ നീ ഞങ്ങളോട് അറിയിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിടുതലിന് കാരണമായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സന്ദേശത്തെ അയച്ച് ഞങ്ങളെ ഞങ്ങളുടെ കുഴികളിൽ നിന്ന് വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. വചനം ഒരു വിത്താണ്. ഒരു വിത്ത് നമ്മളൊരു നിലത്തിട്ടാൽ ആ നിലത്ത് വീഴുന്ന വിത്തിന് വെള്ളവും വളവും സമയത്ത് കൊടുത്താൽ ആ വിത്തിൽ നിന്ന് ഒരു സസ്യം പുറത്തു വരും. നമ്മുടെ ജീവിതത്തിൽ വീഴുന്ന വിത്തുകൾ പറവകൾ കൊത്തി പറക്കാതിരുന്നാൽ, നമ്മുടെ ജീവിതത്തിൽ വീഴുന്ന ദൈവവചനമാകുന്ന വിത്തുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹമായി തീരുന്ന
ഒരു വലിയ വൻമരമായി വളരാൻ പോവുകയാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ പോകുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വചനം നമുക്കത് ഒരു വിത്തിനെ പോലെ ഹൃദയത്തിൻ്റെ ഒത്ത നടുക്ക് സൂക്ഷിച്ച് രാവും പകലും അതിനെ ധ്യാനിച്ചാൽ, സങ്കീർത്തനം പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ പീഠങ്ങളിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, കാറ്റ് പാറ്റുന്ന പതിർ പോലെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ നീതിമാന്മാർ ദൈവത്തിൻ്റെ സഭയിൽ ഉറച്ചു നിൽക്കും. അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് തിരുവചനം പറയുന്നു. കരങ്ങളടിച്ച് ഉണർവോടെ ഒന്ന് സ്തുതിച്ച ദൈവത്തെ. ഇന്ന് ഈ വചനം നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തണം. വചനമെന്ന കണ്ണാടിയിൽ നമ്മളെ കാണാൻ കഴിയണം. വചനമെന്ന കണ്ണാടിയിൽ നമ്മളെ കാണുമ്പോൾ നമുക്ക് തിരുത്തൽ വരുത്താൻ തയ്യാറായാൽ, നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഒരു ക്രിസ്ത്യാനി ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതത്തിലേക്കാണ് അവൻ പ്രവേശിച്ചിരിക്കുന്നത്. അവൻ്റെ ജീവിതം ഈ ലോകത്തിൽ മറ്റൊരു ജീവിതത്തിലും നൽകാൻ കഴിയാത്തൊരു ജീവിതമാണ്. പക്ഷെ അത് അവൻ അനുഭവിക്കണമെങ്കിൽ ആത്മാവിൽ അവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം മനസ്സ് ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങണം. മനസ്സ് രൂപാന്തരപ്പെടാൻ തുടങ്ങണം. മനസ്സ് രൂപാന്തരപ്പെടുന്നത് ദൈവവചനം കേട്ടുകൊണ്ടാണ്. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. 10 വർഷമായി, 5 വർഷമായി, 20 വർഷമായി ഒരു സഭയിൽ വന്നോ ഇരുന്നോ അവിടെ ഉണ്ടോ ദശാംശം കൊടുത്തോ എന്നുള്ളതല്ല, എത്ര വചനം നിന്നെ രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ് നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ കാരണമാകുന്നത്. നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ വചനത്തെ അനുസരിച്ചാൽ നിന്റെ ജീവിതം ഒരു അത്ഭുത വിഷയമായി മാറാൻ തുടങ്ങും. യേശുവിൻ്റെ സാക്ഷികളെല്ലാം അവ കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. യേശുവിൻ്റെ സാക്ഷികളെല്ലാം അത്ഭുതകരമായ ജീവിതത്തിൻ്റെ ഉടമകളാണ്. യേശുവിൻ്റെ സാക്ഷികളെല്ലാം വെള്ളത്തിന്മീതെ നടക്കുന്നവരാണ്. യേശുവിൻ്റെ സാക്ഷികളെല്ലാം മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. യേശുവിൻ്റെ സാക്ഷികളെല്ലാം രോഗികളെ സുഖപ്പെടുത്തുന്നവരാണ്. അതിൽ കുറഞ്ഞതൊന്നും യേശുവിൻ്റെ വിശ്വാസികളും യേശുവിൻ്റെ സാക്ഷികളുമല്ല. യോഹന്നാൻ 14:12 പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തവയും ചെയ്യും. യേശു ചെയ്തത് വിറകുകൊള്ളിയെടുത്ത് അടുപ്പിൽ വെച്ച് കഞ്ഞി ഉണ്ടാക്കി, കറി ഉണ്ടാക്കി, വീട്ടിൽ എല്ലാവർക്കും സുന്ദരമായി രുചികരമായി രുചിക്കൂട്ടുണ്ടാക്കി പകർന്നു കൊടുക്കുകയല്ല. യേശു ചെയ്തത് അനാഥശാലകൾ പണിയുകയല്ല. യേശു ചെയ്തത് കന്യാസ്ത്രീ മന്ദിരങ്ങൾ പണിയുകയല്ല. യേശു ചെയ്തത് വൈദിക വിദ്യാർത്ഥികളെ പാർപ്പിക്കാൻ വേണ്ടി സെമിനാരികൾ പണിയുകയല്ല. തിയോളജിക്കൽ സെമിനാരിയോ ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടി PhD ഉണ്ടാക്കുന്ന സർവകലാശാലകളെയല്ല യേശു സൃഷ്ടിച്ചത്. യേശു സൃഷ്ടിച്ചത് ഒരു പറ്റം ശിഷ്യന്മാരെയാണ്. മരിച്ചവനെ ഉയർപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതിൽ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ശിഷ്യത്വത്തിൻ്റെ ഉടമകളെ 12 പേരെ കർത്താവ് വാർത്തെടുത്തു. നിങ്ങളെയും എൻ്റെയും ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ അനുവദിച്ചാൽ നിങ്ങളുടെ എൻ്റെ ജീവിതം ഇതുപോലെ ആയിരിക്കുകയില്ല. നിങ്ങൾക്കൊരു മിറക്കിൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തെ അനുവദിക്കണം. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ച് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ ശക്തി എന്താണ് എന്ന് നമ്മൾ ഹ്രസ്വമായി ഒന്ന് ചിന്തിക്കാം. തിരുവചനത്തിൽ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ തിരുവചനം നമ്മുടെ ജീവിതത്തിലെ ശക്തമായ ആയുധങ്ങളിലൊന്നാണ്. എഫേസ്യ ലേഖനം 6:10 മുതൽ ഇങ്ങനെയാണ്: ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ ദിസ് ഈസ് എ ഹോളി വെപ്പൺ. ഇത് നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധമായ ഒരു ആയുധമാണ്. ഏത്? തിരുവചനം. ലൂക്കോസിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് ആത്മാവ് അവനെ നടത്തി എന്നാണ് ദൈവവചനം പറയുന്നത്. മരുഭൂമിയിലേക്ക് നടത്തപ്പെടുക എന്നത് ആത്മാവ് നിറയപ്പെടുന്നവർക്കുണ്ടാകുന്ന അനുഭവമാണ്. അടുത്ത ടെസ്റ്റ് മരുഭൂമിയിൽ വെച്ചാണ്. ഈ അനുഭവത്തിൻ്റെ ടെസ്റ്റ് ജയിക്കാത്തവർക്ക് യേശുവിൻ്റെ സാക്ഷിയായിരിക്കാൻ കഴിയുകയില്ല, ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കാൻ കഴിയുകയില്ല. പറഞ്ഞ ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു സാധാരണ ജീവിതമല്ല, അതൊരു സൂപ്പർ നാച്ചുറൽ ലൈഫാണ്. എന്താ സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞതിൻ്റെ കാരണം? ഒരു നാച്ചുറൽ ലൈഫല്ല, ഒരു സാധാരണ ജീവിതമല്ല, അത് അസാധാരണത്വം നിറഞ്ഞ ജീവിതമാണ്. എത്ര പേർക്ക് ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യമുണ്ട്? നിന്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ നിനക്ക് പരിഹരിക്കാൻ കഴിയാത്തത് നീ സൂപ്പർ നാച്ചുറൽ ആകാത്തത് കൊണ്ടാണ്. നീ ഒരു നാച്ചുറൽ തലത്തിൽ നിന്നുകൊണ്ട് നിന്റെ പ്രശ്നങ്ങളെ നിനക്ക് നേരിടാൻ കഴിയില്ല. കാരണം നിന്റെ ശത്രു സൂപ്പർ നാച്ചുറലാണ്. നിന്റെ ശത്രുവായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ചുറ്റി തിരഞ്ഞു നടക്കുകയാണ്.
നിന്റെ നാച്ചുറൽ കൊണ്ട് നിനക്ക് കുറച്ചു കാലം പിടിച്ചു നിൽക്കാം. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം ഒരു പ്രതികൂലം ഉണ്ടാകുമ്പോൾ നിനക്ക് ഈ കർത്താവിൻ്റെ അഭിഷേകം കൂടിയേ തീരുകയുള്ളൂ. അതുകൊണ്ടാണ് കുഞ്ഞെ, പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തീരുമാനിക്കുന്നത്. കാരണം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജഡം മരിക്കുകയും നമ്മളിൽ റെസറക്ഷൻ പവർ, ദൈവത്തിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എത്ര പേരുടെ ഉള്ളിൽ ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കത് വേണമെങ്കിൽ ഇന്ന് രാവിലെ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. നിങ്ങൾ പോയിന്റ് ശരിയാക്കാൻ വേണ്ടി നിൽക്കരുത്, നിങ്ങളുടെ ജീവിതത്തിലെ പോയിന്റ് ശരിയാക്കാൻ നോക്ക്. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. ഇതിൻ്റെ പോയിന്റ് തെറ്റുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഈ പോയിന്റ് ഏറ്റിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഈ തിരുവചനം നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നുണ്ടോ? ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ഈ തിരുവചനം നിന്നെ ശോധന ചെയ്യാൻ അനുവദിച്ച് രൂപാന്തരപ്പെടുവാൻ നീ അനുവദിച്ചാൽ നിന്റെ ജീവിതം ഇനി പഴയതുപോലെ ആവുകയില്ല കുഞ്ഞെ. നീ പ്രാർത്ഥിക്കുന്നതിന്, നീ പ്രാർത്ഥിച്ചു തീരും മുമ്പേ മറുപടി നൽകുന്ന ഒരു ദൈവത്തെ നീ കാണാൻ പോവുകയാണ്. എത്ര പേർക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്? പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെങ്കിൽ നമുക്ക് അവനുമായൊരു ബന്ധം ഉണ്ടാകും. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. ക്രിസ്തീയത എന്ന് പറയുന്നത് ഒരു റിലിജിയോസിറ്റി അല്ല. ഒരു റിലിജിയനിൽ എന്ത് നടക്കും? ഒരു ക്രിസ്ത്യൻ റിലിജിയനിൽ നിങ്ങൾ ചെന്നാൽ അവിടെ തുടങ്ങുന്നത് അന്നാ പെസക തിരുനാളിൽ എന്ന് തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങിയ റിലിജിയനിൽ ആചാര അനുഷ്ഠാനങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന പല്ലവിയും മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ സഭയിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഇരിക്കുന്ന കൂട്ടമാണ് അവിടെ. അവിടെ വരുമ്പോൾ നീ സൂക്ഷിക്കണം. കാരണം കർത്താവിൻ്റെ തീ വഹിക്കുന്നവരാണ് അവിടെ ഉള്ളത്, ദൈവത്തിൻ്റെ വാൾ ധരിക്കുന്നവരാണ് അവിടെ ഉള്ളത്, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടുള്ളവരാണ് അവർ. അവരെ കുറഞ്ഞതൊന്നുകൊണ്ട് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല, കാരണം അവർ സ്വർഗത്തിൽ നിന്ന് വീണ്ടും ജനിച്ചവരാണ്. യിരെമ്യാ 23:29 തിരുവചനം പറയുന്നു, എൻ്റെ വചനം തീ പോലെയും, പറഞ്ഞ തീ പോലെയും. ഇന്ന് ഈ വചനം നിങ്ങളുടെ മേൽ തീ പോലെ ദൈവം അയക്കാൻ പോവുകയാണ്. പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും. നിങ്ങളുടെ ഹൃദയം എത്ര കടുപ്പപ്പെട്ടതാണെങ്കിലും ഒരേ പോയിന്റിൽ പലവട്ടം ഇതേ വചനം അടിക്കുമ്പോൾ നീ സ്നാനപ്പെടാത്തവനാണെങ്കിൽ സ്നാനപ്പെട്ടിരിക്കും. കാരണം നിനക്ക് ഈ ചുറ്റികയോട് എതിർത്ത് നിന്ന് ജയിക്കാൻ കഴിയില്ല. പാറയ്ക്കാണോ ചുറ്റികയ്ക്കാണോ ബലം കൂടുതൽ? പറ. നിങ്ങൾ പഠിച്ച സയൻസിൻ്റെ അകത്ത് ചുറ്റികയ്ക്കാണോ പാറയ്ക്കാണോ ബലം കൂടുതൽ? ഒരേ ആംഗിളിൽ ഒരേ പോയിന്റിൽ ഒരു 3-4 വട്ടം അടിച്ചു കഴിഞ്ഞാൽ പാറ പൊട്ടിയേ മതിയാവും. നിന്റെ ഹൃദയം എത്ര കടുപ്പമുള്ളതാണെങ്കിലും ദൈവത്തിൻ്റെ തിരുവചനത്തോട് എതിർത്ത് നിന്ന് നിനക്ക് ജയിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ നിന്റെ റിലിജിയോസിറ്റിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നീ പഠിച്ച ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ തിരുവചനം നിന്റെ ഉള്ളിൽ ഉൾനടുവാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അത്ഭുതങ്ങൾ കൊണ്ട് സ്വർഗത്തിലെ തമ്പുരാൻ നിന്നെ നിറയ്ക്കുവാൻ തുടങ്ങും. അവിടെ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ താഴ്മയോടെ ഇരിക്കണം. എനിക്കെല്ലാം അറിയാമെന്ന് പറയരുത്. നമുക്കൊന്നും അറിയില്ല, നമുക്ക് ജീവിതത്തിൽ ഒന്നും അറിയില്ല. കാരണം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു നിനക്ക് പ്രാർത്ഥിച്ചു നോക്കിയാൽ നിനക്ക് വിഷൻ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. നിനക്ക് ദർശനം മങ്ങിപ്പോയിരിക്കുകയല്ലേ. ഏലി പുരോഹിതൻ്റെ ദർശനം മങ്ങിയപ്പോൾ ഏലി പുരോഹിതൻ്റെ മക്കൾ അവിടെ നിന്ന് തിന്മ ചെയ്യുന്നത് അവൻ അറിയാൻ കഴിഞ്ഞില്ല. ഏലി പുരോഹിതൻ്റെ കാലത്ത് ദൈവവചനം സുലഭമായി കൊടുക്കേണ്ടതായിരുന്നു. ഏലി പുരോഹിതന് തൻ്റെ പാപങ്ങളെ നിർത്താൻ കഴിയാതെ വന്നപ്പോൾ, മക്കളുടെ പാപങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആലയത്തിൻ്റെ അകത്ത് തിന്മ കടന്നുകൂടുകയാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. എന്നാൽ ആ സമയത്ത് തിരുവചനത്തെ നൽകാൻ ദൈവം മറ്റൊരു ശമൂവേൽ ബാലനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ശമൂവേൽ ബാലന്മാരെയും ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സീസണാണിത്. അവരുടെ നാളുകളിൽ വെളിപ്പെടാൻ പോവുകയാണ്. അവരുടെ മേൽ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ തൊട്ടാൽ തീ കത്തും. കാരണം അവർ തീക്കകത്തൂടെ വളർന്നു വന്നവരാണ്. അവരെ ഇനി ഇവിടെ ഈ ഭൂമിയിലെ ഒരു തീക്ക് നക്കിത്തുടയ്ക്കാൻ കഴിയില്ല. കാരണം അവരുടെ മേൽ വ്യാപരിക്കുന്ന തീ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട തീയാണ്. എത്ര പേർക്ക് ഈ സ്വർഗീയ തീ വേണം? ഈ തീ കൊണ്ട് നിന്നെ നിറച്ചാലേ നിന്റെ ജീവിതത്തിൻ്റെ സമരമുഖത്ത് നിനക്ക് ജയിക്കുവാൻ കഴിയുകയുള്ളൂ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ഇറ്റ്സ് നോട്ട് എ മിയർ തിയോളജി. ഇത് വെറുമൊരു തത്വശാസ്ത്രമല്ല, ഇത് വെറുമൊരു ദൈവശാസ്ത്രമല്ല. അതിനപ്പുറത്ത് വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഈ സുവിശേഷത്തിന്റെ സന്ദേശം ആരുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നോ അവന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കും.
അത്ഭുതകരമായ അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. അവൻ്റെ പ്രശ്നങ്ങൾക്ക് ദൈവം അത്ഭുതകരമായ പരിഹാരം തരും. അതുകൊണ്ട് ഈ വചനത്തെ സ്വീകരിക്കാം. ഹൃദയപൂർവ്വം ദൈവത്തിൻ്റെ സന്നിധിയിൽ മറ്റൊന്നും ചിന്തിക്കാതെ ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കിയല്ല ഈ വചനം പുറപ്പെട്ടിരിക്കുന്നത്. കുഞ്ഞെ, നിന്നെ നോക്കിയാണ് ഈ വചനം പുറപ്പെട്ടിരിക്കുന്നത്. നിന്റെ ഹൃദയത്തെ ലക്ഷ്യമാക്കിയാണ് സ്വർഗത്തിൽ നിന്ന് യാത്ര ചെയ്തിരിക്കുന്നത്. ഇത് പുറപ്പെടുവിച്ചത് തമ്പുരാനാണ്, നിന്നെ സൃഷ്ടിച്ചവനായ ദൈവമാണ്. നീ കളിക്കുന്നത് ദൈവത്തോടാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കിയാൽ താഴ്മയുള്ളവരെ അവൻ ഉയർത്തുന്നവനാണ്. അവൻ അഹങ്കാരികളെ ചിതറിക്കുന്നവനാണ്. അവൻ ശക്തിയറ്റവരെ അവൻ ബലമുള്ളവരാക്കി മാറ്റുന്നവ ദൈവമാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി ഒരിക്കൽ കൂടെ വരാനിരിക്കുന്ന മഹിമയുള്ള നമ്മുടെ കർത്താവ്, ആ കർത്താവിനെ കരങ്ങൾ വീശി ഒന്ന് ആരാധിച്ച് ഇന്ന് നമ്മുടെ നടുവിൽ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം വന്നിട്ടുണ്ട്. നീ മടങ്ങിപ്പോകുമ്പോൾ നിന്റെ പ്രശ്നത്തിന് കുരുക്ക് ദൈവം അഴിച്ചിരിക്കും. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനല്ല, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ, മനുഷ്യന്റെ പ്രശ്നങ്ങൾ അറിയാവുന്നവനായ, മനുഷ്യന്റെ വേദനകൾ അറിയുന്നവനായ, മനുഷ്യരെ പോലെ ജീവിച്ചു മരിച്ചവനായ, എന്നാൽ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവനായ ഒരു യേശുവാണ്. അപ്പോസ്തലപ്രവൃത്തി 20:32 തിരുവചനത്തെക്കുറിച്ച് എന്ത് പറയുന്നു? പ്രവൃത്തികൾ പുസ്തകം 20:32 നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാൻ, പറഞ്ഞ ആത്മീക വർധന വരുത്തുവാൻ, നമുക്ക് ചുറ്റുമുള്ള പ്ലാവും മാവും നമുക്ക് ചുറ്റുമുള്ള പലതും വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം നിങ്ങൾ നിയന്ത്രിച്ചാലും ഭൂമി അതിൻ്റെ ചുറ്റുന്ന പരിപാടി നിർത്തുന്നില്ല. ലോകം അതിന് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. പഠനങ്ങൾ ആഴത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു. പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നീ മാത്രം ക്രിസ്ത്യാനി എന്തുകൊണ്ടാണ് വളരുന്നില്ലാത്തത്? കാരണം വളർച്ച കൂടാതെ നിൻ്റെ ജീവിതത്തിൽ നീ തീർച്ചയായിട്ടും നിൻ്റെ മനസ്സിൻ്റെ ആ വലിയ മടുപ്പ് കൊണ്ട് വചനം പഠിക്കാതെ മടുപ്പുള്ളവനായി മാറി നിന്ന നീ ജീവിതത്തിൽ ഇങ്ങനെ സ്റ്റാഗ്നൻ്റായി നിൻ്റെ ജീവിതം മാറുമ്പോൾ, കെട്ടി നിൽക്കപ്പെടുന്ന ഒരവസ്ഥ പോലെ നിൻ്റെ ജീവിതം മാറുമ്പോൾ, നിനക്ക് വളരുവാൻ കഴിയാതെ വരുമ്പോൾ, വളരുന്ന ലോകത്തിനപ്പുറത്ത് നിനക്ക് ജയാളിയായിത്തീരാൻ കഴിയുകയില്ല. ലോകം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് ദൈവവചനം പറയുന്നു. യുക്രൈനിലെ യുദ്ധം നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇവിടെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നില്ല? ഭാരതത്തിൽ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലകളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇന്ത്യയിൽ നൂറുകണക്കിന് പാസ്റ്റർമാരെ ജയിലറകളിൽ അടയ്ക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നില്ലേ? ജീവിതത്തിലെ ദുസ്സഹമായ ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നില്ലേ? കേരളത്തിലോ ഭാരതത്തിലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിൽക്കുവാൻ കഴിയാത്തവണ്ണം ഒരു ജോലിയില്ലായ്മയുടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? പ്രശ്നം അതിൻ്റെ അന്ത്യകാലത്തിലേക്ക് വരുന്നതിന് കാരണം ഇവിടെ ഒരു കൊയ്ത്തിന് സമയമായി. ഇവിടെ കർത്താവ് മധ്യാകാശത്തിൽ വരാൻ സമയമായി. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് കുഞ്ഞെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആദ്യം നിൻ്റെ വിസ വരാൻ വേണ്ടി അല്ല പാർക്കട്ടെ. ആദ്യം നീ യേശുവിൻ്റെ മധ്യാകാശത്തിലെ വരവെങ്കിൽ അവനോടുകൂടി എടുക്കപ്പെടാൻ തക്കവണ്ണം, അവനെ എതിരേൽക്കാൻ എടുക്കപ്പെടും വിധം നീ ഒരുങ്ങണമെന്ന് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. എത്ര പേർക്ക് തയ്യാറുണ്ട്? എത്ര പേർക്ക് താല്പര്യമുണ്ട്? കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ അനുദിന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം മുമ്പേ അവൻ്റെ രാജ്യം, അവൻ്റെ നീതി നോക്കിയാൽ അവൻ അത് ചെയ്തു തരുവാൻ മതിയായവനാണ്. നിൻ്റെ പ്രശ്നങ്ങളെ കുരുക്കഴിക്കാൻ അവൻ മതിയായവനാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. സർവശക്തനാണല്ലോ, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ. കഴിഞ്ഞ ദിവസം 2 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർന്ന് കൈയുയർത്തിക്കുക. ഓക്കെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആ 2 ദിവസം പങ്കെടുത്തവർക്ക് ഒരു കാര്യം മനസ്സിലായി, നമുക്കൊത്തിരി രൂപാന്തരം വരേണ്ട മണ്ഡലങ്ങളുണ്ട് എന്ന് മനസ്സിലായവർ ഒന്ന് കൈയുയർത്തിക്കുക. ഓക്കെ, നമ്മുടെ മനസ്സ്
മനസ്സിൻ്റെ ചിന്തകൾ, ഉറച്ചുപോയ പാറ പോലെ ഉറച്ചുപോയ സ്ട്രോങ് ഹോൾസ്, കോട്ടകൾ പോലെ ഉറച്ചുപോയ ചിന്തകൾ ഇളക്കി മാറ്റണമെങ്കിൽ വചനമെന്ന കൂടം ഉപയോഗിക്കേണ്ടതുണ്ട്, വചനമെന്ന വാള് ഉപയോഗിക്കേണ്ടതുണ്ട്, വചനമെന്ന ശസ്ത്രക്രിയയുടെ ഉപകരണം ഉപയോഗിക്കേണ്ടതുണ്ട്. അത് മാറുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നീരാളിപ്പിടുത്തം പോലെ പിടിച്ചു കിടക്കുന്ന ഒരു ചിന്തയ്ക്കകത്താണ് ദുഷ്ടപിശാച് വസിക്കുന്നത്. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചേ. സാക്ഷാൽ ലൂസിഫർ, സാത്താൻ എന്ന് വിളിക്കപ്പെടുന്ന ആ ദുഷ്ടപിശാച് യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യൂദായുടെ അകത്ത് കടന്നത് വെറും ഒരു തോട്ടിലൂടെ, ഒരു ചിന്തയിലൂടെയാണ്. ഒരു ചിന്ത അവൻ്റെ അകത്തിരുന്നതാണ് പിശാചിനൊരു വാതിലായി മാറിയത്. അങ്ങനെയാണെങ്കിൽ എത്ര സാത്താന്മാർ വന്നാലാ ശക്തിയോടെ അല്ലേ പറഞ്ഞു. സാത്താൻ്റെ ആ കോട്ടകളെ ഇടിക്കുവാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് തകർന്നു പോയാൽ, പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിന് പ്രവേശിക്കുവാൻ സ്ഥാനമില്ല. പ്രൈസലോ. ഇന്നിവിടെ ഇരിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിലെ രക്ഷയെക്കുറിച്ച് അറിയണം. രക്ഷയെന്ന് പറയുന്നത് 3 തലം 3 ഡൈമെൻഷനുകളുണ്ട്. ഒന്ന്, നമ്മൾ ആത്മാവ് രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. യേശുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച ഏത് വ്യക്തിയും, സ്നാനപ്പെട്ട സഭയോട് ചേർന്നിട്ടുള്ള ഏത് വ്യക്തിയും രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് വീട്ടിൽ കയറിയിരിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചത്. യേശുവിൻ്റെ കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ വേണ്ടി, യേശുവിൻ്റെ ശിഷ്യന്മാരായി വളരാൻ വേണ്ടിയാണ് യേശു നമ്മളെ വിളിച്ചത്. അത് മനസ്സിലായിട്ടില്ല. അടുത്ത ഡെലിവറൻസ്, അടുത്ത വിടുതൽ, അടുത്ത സ്വാതന്ത്ര്യം, അടുത്ത അനുഗ്രഹം നടക്കേണ്ടത് ഈ ബുദ്ധിയുടെ മണ്ഡലത്തിൽ, ആലോചന മണ്ഡലത്തിൽ, ചിന്തകളുടെ മണ്ഡലത്തിൽ, വാക്കിന്റെ മണ്ഡലത്തിൽ, പ്രവൃത്തിയുടെ മണ്ഡലത്തിൽ. ആസ് എ മാൻ തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹി. ഒരു മനുഷ്യൻ തൻ്റെ മനസ്സിൽ എന്ത് കണക്ക് കൂട്ടുന്നോ, എന്ത് ചിന്തിക്കുന്നോ, അതാണ് ആ മനുഷ്യൻ. നിങ്ങൾക്ക് സ്നാനപ്പെട്ട് കഴിഞ്ഞ് എത്ര പാപത്തിൽ നിങ്ങൾ പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കും എനിക്കും അറിയില്ലല്ലോ. ഏതെല്ലാം തെറ്റായ അബദ്ധധാരണകൾ, വചനത്തിന് വിരുദ്ധമായത് മനസ്സിൻ്റെ അകത്ത് തല്ലിക്കൂട്ടി വെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ലല്ലോ. ഈ കോട്ടകളെ ഇടിപ്പാൻ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ശക്തിയേറിയവയാണെന്ന് ദൈവവചനം തെളിയിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഏത് ചിന്തകൾ ദൈവവചനത്തിന് വിരുദ്ധമായത് ഇറങ്ങിപ്പോയിട്ടുണ്ടോ, അവിടെ ഒരു ഡെലിവറൻസ് നടക്കുകയാണ്. പിശാചിനെ ബഹിഷ്കരിച്ചാൽ പോകുന്നതല്ല ഈ വിഷയം. ഒരു വിശ്വാസിയുടെ അകത്ത് കടന്നുകൂടിയിരിക്കുന്ന പൈശാചിക ചിന്തകൾ എന്താണോ അത് മാറ്റാൻ അവനവൻ തന്നെ തീരുമാനിക്കണം. അവനവൻ്റെ രക്ഷ അവനവൻ്റെ സ്വന്തമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഫിലിപ്പി ലേഖനം 2:12 വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ഈ രക്ഷയ്ക്ക് വേണ്ടി ഭയത്തോടെയും വിറയലോടെയും പ്രവർത്തിക്കേണ്ടി വരുന്നു. രക്ഷ എന്ന് പറയുന്നത് സൗജന്യമാണ്. യേശു കാൽവരിക്കുരിശിൽ ചെയ്തതാണ്, ശരിയാണ്. പക്ഷെ അതിൻ്റെ മറുവശം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഈ ക്രിസ്തീയ ജീവിതം ഇത്ര മാധുര്യമേറിയതാണെന്ന്, ഇത്ര ഉന്നതമാണെന്ന്, ഇത്ര അനുഗ്രഹീതമാണെന്ന് മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയാത്തതിൻ്റെ കാരണം നമ്മുടെ ചിന്താമണ്ഡലം ഇന്നും വിടുവിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഏതെങ്കിലുമൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയാൽ, അല്ലെങ്കിൽ വലിയ വലിയ കടകളിൽ ഒക്കെ പോയാൽ അതിൻ്റെ മുൻവശത്തൊരു ഡോറുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ സെൻസർ, നമ്മളവിടെ ഒരു വ്യക്തി ചെന്നിരിക്കുന്ന സെൻസറുകൾ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? ഡോറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് മിണ്ടുന്നില്ല. ഡോറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകും. ആര് ചെല്ലുമ്പോഴാണെന്നറിയോ? ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി നിൽക്കുമ്പോൾ. നിങ്ങൾക്ക് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ ചവിട്ടി തുറന്നിട്ട് അത് തുറക്കാത്തതിൻ്റെ കാരണം നിങ്ങളിൽ ഇന്നും ക്രിസ്തു ജനിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളിൽ ക്രിസ്തു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോറിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഡോറുകൾ മാറുകയും നിന്നെ സല്യൂട്ട് അടിക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നീ പാസ്റ്ററെ അല്ല മാറ്റേണ്ടത്, നീ നിന്നെ മാറ്റാൻ ശ്രമിക്കണം. പാസ്റ്റർ രക്ഷപ്പെട്ടോളൂ. അല്ലല്ലോ പറഞ്ഞു, ഉറക്കെ പറഞ്ഞ അല്ലേലൂയ. പാസ്റ്ററിനെ രക്ഷിക്കാൻ വേണ്ടി അല്ലല്ലോ വിശ്വാസികളെ കൊണ്ടുവരുന്നത്. വിശ്വാസികളെ രക്ഷിക്കാനല്ലേ പാസ്റ്ററെ ദൈവം. പാസ്റ്റർ ഇതിൻ്റെ അകത്തൂടെ വലിയ പ്രോസസ്സുകളിലൂടെയൊക്കെ പോയതായിരിക്കാം. നിങ്ങൾക്കറിയില്ല. അവരെ എങ്ങനെ ഒരു പുൽപ്പിറ്റ് നിർത്തണമെങ്കിൽ അതിനൊക്കെ ദൈവം വലിയ വില കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ അവർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടാണ് ഒരു പാസ്റ്ററിനെ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അവർക്ക് വേണ്ടി എവിടെയെല്ലാം സമരമുഖങ്ങൾ ഒരുക്കുമ്പോൾ അവിടെയെല്ലാം ഒരായുധവും അവനെതിരെ ഫലിക്കാതെ വണ്ണം ദൈവം അവനെ സംരക്ഷിച്ചിട്ടുണ്ട്. അവൻ്റെ വഴികളിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായി കരുതലും കാവലും കൊടുത്തിട്ടുണ്ട്. ഹി ഹാസ് ഓർഡേർഡ് ഹിസ് സ്റ്റെപ്സ്. അവൻ്റെ ചുവടുവെപ്പുകൾ പിഴയ്ക്കാതിരിക്കാൻ ദൈവം ഓർഡർ ചെയ്തിരിക്കുക ആത്മമണ്ഡലത്തിൽ. ഹല്ലേലൂയ.
അപ്പോൾ തിരുവചനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് തിരുവചനം നമ്മളെ രൂപാന്തരപ്പെടുത്തണം. മടിക്കരുത്, പേടിക്കരുത്. ചിലർ പേടിച്ചിട്ട് പൈശാചികവാദം വല്ലതാണ്, ഡെലിവറൻസിൻ്റെ ഒക്കെ മീറ്റിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് കൊടുത്തു. നിങ്ങളുടെ മേൽ പകരാതിരിക്കാൻ ദൈവം കരുതലുള്ളവനാണ്. ഈ അടുത്ത ദിവസം വരെ ഞാൻ നമ്മൾ സ്വോത്രക്കാഴ്ച എടുക്കുന്ന പ്രാർത്ഥിക്കുകയല്ലായിരുന്നു. അപ്പോൾ ദൈവവചനത്തിലെ ചില വെളിപ്പാടും പരിശുദ്ധാത്മാവ് എന്നോടൊരു ദിവസം പറഞ്ഞു. വെളിപ്പാട് അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടിയേ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ സ്തോത്രക്കാഴ്ച എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇനി ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എനിക്കതിനെക്കുറിച്ച് മനസ്സിലായില്ല. പക്ഷേ എനിക്ക് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വചനം കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ വെളിപ്പാടുകളിലൂടെ മനസ്സിലായി. പത്രോസിൻ്റെ അടുക്കൽ അനനിയാസ് സഫീറയും ഒരു നിലം വിറ്റിട്ട് അതിൻ്റെ ഒരു പാതി എന്നവണ്ണം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പത്രോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ഈ നിലത്തിൻ്റെ പൈസ അവൻ മേടിച്ചില്ല. മേടിച്ചെന്നായിരിക്കും നമ്മുടെ മനസ്സിൽ ചിന്ത കിടക്കുന്നത്. കാരണം വന്നാൽ മിക്കവാറും മേടിക്കാൻ സാധ്യതയുണ്ടല്ലോ. മേടിച്ചിട്ട് ശപിക്കുകയല്ല, മേടിച്ചില്ല. കാരണം മേടിച്ചാൽ ഇതിൻ്റെ കൂടെ മരണവും വരികയാണ്. നിങ്ങൾക്ക് വല്ല മനസ്സിലായെന്ന് അറിയത്തില്ല. കാരണം ഈ വരുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. നിലത്തിൻ്റെ സ്വത്തിൻ്റെ പണത്തിൻ്റെ ഒരു പാതി ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഇവൻ പത്രോസ് എന്ന് പറയുന്ന ദൈവഭക്തനായ പരിശുദ്ധാത്മാവുള്ള മനുഷ്യൻ്റെ അടുക്കലേക്ക് വരുന്നത്. പരിശുദ്ധാത്മാവ് പറഞ്ഞ, അനനിയാസേ, നിന്റെ നിലത്തിൽ പാതി സൂക്ഷിച്ചു വെക്കുവാൻ നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത് എന്ത്? ഉടനെ തന്നെ ഒരു ഡെഡ് ബോഡി അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ വരിക. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് സഫീറയുടെയും ഡെഡ് ബോഡിയെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരിക. പത്രോസിനെ പോലെയുള്ള അഭിഷിക്തനായ ഒരു മനുഷ്യൻ അറിയാം ഈ പണം സ്വീകരിക്കാൻ പാടില്ല, കാരണം ഇത് മരണം വഹിക്കുന്നതാണ്. എലീശ പ്രവാചകന്റെ അടുക്കൽ നയമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗി സുഖപ്പെട്ടപ്പോൾ അവന് വേണ്ടി നല്ല ഗിഫ്റ്റുകൾ കൊണ്ടുവന്നു. പക്ഷേ എലീശ പ്രവാചകൻ വാങ്ങിച്ചില്ല. കാരണം ഈ ഗിഫ്റ്റ് സാധാരണ ഗിഫ്റ്റ് അല്ല, ഇതിൻ്റെ അകത്ത് കുഷ്ഠമുണ്ടെന്നുള്ളത് അവന് മനസ്സിലായി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. നമ്മളിവിടെ ഇരിക്കുന്ന ആളുകൾ ഏത് തരത്തിലുള്ളതാണെന്ന് ഞാൻ താഴ്ത്തി പറയുകയല്ല. വന്നിരിക്കുന്നത് ആരാണെന്നുള്ളത് തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളൊരു ഗിഫ്റ്റ് സ്വീകരിക്കുമ്പോൾ മേടിക്കുന്ന ഗിഫ്റ്റിനോടൊപ്പം അവർ വഹിക്കുന്ന ചില ആത്മാവിനെയും കൂടെ നമ്മൾ വഹിക്കേണ്ടി വരും. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. പ്രിയപ്പെട്ട സഹോദരൻ, അതുകൊണ്ടാണ് നമ്മൾ തിരുവചനത്തെക്കുറിച്ച്, തിരുവെഴുത്തുകളെക്കുറിച്ച് നമ്മൾ ജ്ഞാനമുള്ളവരായിരിക്കണം. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 20:32 പറയുന്നു, നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും. പറഞ്ഞ ആത്മീക വർധന വരുത്തുവാനും. പറഞ്ഞ ആത്മീക വർധന. ഈ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടോ, എന്തിനാ ഇങ്ങനെ ആത്മീക വർധന, ആത്മീക വളർച്ച പ്രാപിക്കുന്നത്? ആത്മീക വളർച്ച പ്രാപിക്കണോ? വേണോ? വേണമെന്ന് ആവശ്യമുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. ഇനി ആത്മീക വളർച്ച കിട്ടാൻ ബൂസ്റ്റോ ബോൺവിറ്റയോ കഴിച്ചാൽ മതിയോ? നല്ല എല്ലും കപ്പയും പിന്നെ കപ്പയിറച്ചിയൊക്കെ കഴിച്ചാൽ മതിയോ? എന്താ വേണ്ടേ? ദൈവത്തിൻ്റെ വചനമെന്ന സ്വർഗീയ ദൂതന്മാരുടെ ഭക്ഷണം ഭക്ഷിക്കാൻ തുടങ്ങണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുകൂടെ ജീവിക്കുന്നു. മനുഷ്യൻ അപ്പം മാത്രം പോരാ, അവന് കഴിക്കുന്ന കപ്പയും ഇറച്ചിയും പോരാ, അവൻ കഴിക്കുന്ന പൊറോട്ടയും ചപ്പാത്തിയും പോരാ. അവന് ദൈവം തരുന്ന വചനം വേണം. വചനമെന്ന ദിവ്യമായ ഭക്ഷണം വേണം. ഇല്ലെങ്കിൽ അവൻ കരുത്തില്ലാത്തവനായി അവൻ തളർന്നു പോകും, വാടിത്തളർന്നു പോകും. Man shall not live by bread alone. വിമൻ എന്നവിടെ ഉപയോഗിച്ചിട്ടില്ല. മാൻ, പുരുഷന്മാർ. എൻ്റെ പ്രിയ സഹോദര, നിന്റെ സഹോദരിയെ നീ പ്രാർത്ഥനയ്ക്ക് വിട്ടിട്ട് വീട്ടിൽ നീ തച്ചിലിരുന്ന് ഫേസ്ബുക്കും വാട്സാപ്പും കുത്തരുത്. നിന്റെ കാര്യം കട്ടപ്പോകയാണ്. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. കരമയത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഭർത്താക്കന്മാരെ വചനം വായിക്കാനും പഠിപ്പിക്കാനും ശ്രദ്ധിക്കണം. അവർ വചനം വായിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന ആരോടും ഞാൻ പറയുന്ന ഒരു ഉടമ്പടിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം ചെയ്യും. പക്ഷെ നിങ്ങൾ ഒരു ദിവസം 5 അധ്യായം വെച്ച് ബൈബിൾ വായിക്കണം. ഇങ്ങേര് ഇതുവരെ ബൈബിള് മറ്റേ ഷെൽഫിൽ നിന്ന്, ഈ അടുത്ത കാലത്ത് ഞാനൊരു സഹോദരനോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. അപ്പോൾ അദ്ദേഹം മദ്യപാനത്തിൻ്റെ കെട്ടുള്ള മനുഷ്യനായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മദ്യപാനത്തിൽ തുടർന്ന് നിങ്ങളുടെ കാര്യം പോക്കാണ്. പുള്ളി അന്നേരം നിർത്തി. പ്രൈസ് ദി ലോർഡ്. പുള്ളിയുടെ മദ്യപാനം നിർത്തി. അതിനുശേഷം അത് ദൈവം കൃപ കൊടുത്തുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം വചനം വായിക്കാൻ തുടങ്ങി. ഞാൻ ഈ അടുത്ത കാലത്ത് വീണ്ടും അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഒരു കാരണവശാലും ബൈബിളുമായി ഒരു ബന്ധം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ധനവാനായ മനുഷ്യനാണ്. സമൂഹത്തിൽ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമില്ലെന്ന സമൂഹം കരുതിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഈ ഭൂമിക്ക് എങ്ങനെയാണ് അന്ത്യമാഗതമാകുന്നത് എന്നൊക്കെ അദ്ദേഹം എന്നോട് പല സംശയങ്ങളും ചോദിക്കാൻ തുടങ്ങുകയാണ്.
നമുക്ക് സംശയമില്ലാത്തതിൻ്റെ കാരണം നമ്മളിത് വായിക്കുന്നില്ലാത്തതുകൊണ്ട്. അടുത്തിരിക്കുന്ന ആൾക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ, നല്ലപോലെ ഉണർവോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം അഴിയട്ടെ. യേശുവിൻ്റെ വചനം വായിക്കാൻ വേണ്ടിയുള്ളൊരു കൃപ ഇന്ന് ദൈവം ഒരു ഇമ്പാർട്ടേഷനായി നമ്മുടെ മേലെ അയക്കട്ടെ. പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. നീ ഇന്ന് യേശുവിന് വേണ്ടി ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവ് ഫേസ്ബുക്കിൽ, നീ വാട്സാപ്പിൽ നോക്കുന്നതല്ല. നീ വചനത്തിന് വേണ്ടി ഒരു വിശപ്പ് നിന്റെ അകത്തുണ്ടോ? നിനക്ക് വചനം വായിക്കാനും ധ്യാനിക്കുവാനും വേണ്ടി ഒരു വിശപ്പ് നിനക്കുണ്ടോ? വചനം വായിക്കുക മാത്രമല്ല, വചനത്തിൽ ജീവിക്കാനുള്ള താല്പര്യം നിനക്കുണ്ടോ? കുഞ്ഞെ, നിന്റെ കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവർ, ഇതൊന്നും ഒരു മാജിക്കൊന്നുമല്ല. പക്ഷേ മാജിക്കിനേക്കാൾ അത്ഭുതകരമായ സംഭവങ്ങൾ നടക്കും ഈ തിരുവെഴുത്ത് വായിച്ച് അതിൽ ജീവിക്കാൻ തുടങ്ങിയാൽ. നീ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും മുമ്പ് നിന്റെ പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായി മറുപടി തരാൻ തുടങ്ങുന്ന ദൈവം. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ബ്രദറെ, എനിക്ക് വീട്ടിൽ പോകാൻ പേടിയാണ്. കാരണം ഭാര്യയോട് വഴക്കല്ല, ഭാര്യ വീട്ടിൽ ചെലവിന് കൊടുക്കുന്നുണ്ടെങ്കിലും ഭാര്യ ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ നിന്നെ കൊല്ലും. ഇവളിൽ പൈശാചിക ബാധയാണ്. ഈ സഹോദരൻ വീട്ടിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും. ഈ കണ്ടിന്യൂസ് ആയിട്ടൊരു 4-5 ദിവസം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവൾ നിശബ്ദയാണ്. പ്രാർത്ഥിക്കാതെ പോയാൽ അവൾ കടന്ന് തലയും കുത്തി മറിഞ്ഞ് വല്ലാത്ത ബഹളം ഉണ്ടാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര, നമ്മളൊരു വീട്ടിലേക്ക് പോകേണ്ടതില്ല. ഒരു ഫോണിലൂടെ, ഒരു പ്രാർത്ഥനയിലൂടെ അവിടെ ഒരു വിടുതൽ കൊടുക്കുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ മതിയായവനാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഈ തിരുവചനത്തിൻ്റെ ശക്തി അത്ര അപാരമാണ്. ഈ വചനത്തെ ചുമക്കുന്നവരൊന്നും നശിച്ചു പോയിട്ടില്ല. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ നശിച്ചു പോയിട്ടില്ല. വചനത്തെ ചുമന്ന കുടുംബങ്ങൾ നശിച്ചു പോയിട്ടില്ല. വചനം ഷെൽഫിൻ്റെ അകത്ത് സൂക്ഷിക്കരുത് കുഞ്ഞെ, അതെടുത്ത് വായിക്കണം. നീ എത്ര ജീവിതത്തിൻ്റെ ലഹരിയിലാണെങ്കിലും മറന്നു പോകരുത് തിരുവെഴുത്തുകളെ നീ ഉപേക്ഷിച്ച് കളഞ്ഞാൽ നിനക്കൊരിക്കലും ജയമുണ്ടാവുകയില്ല. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. 29-ാം സങ്കീർത്തനം 3 മുതൽ വാക്യങ്ങൾ വേഗം വായിക്കാം. 29-ാം സങ്കീർത്തനം 3 മുതൽ വാക്യങ്ങൾ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ അവയെ കാളക്കുട്ടിയെപ്പോലെയും ലെബാനോനെ പോലെയും സിരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലുരിക്കുന്നു. അവൻ്റെ മന്ദിരത്തിൽ സകലവും മഹത്വമെന്ന് ചൊല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. ആമുഖമായി തിരുവചനത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞതാണ്. കാരണം ഇത് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളിൽ എത്ര പേർ ഒരു ദിവസം ഒരധ്യായമെങ്കിലും വായിക്കുന്നവരൊന്ന് കൈ ഉയർത്തി കാണിക്കാമോ? നുണ പറയരുത്, ദൈവസന്നിധിയിലാണ് പറയുന്നത് ഓർത്തോണം. സത്യമായിട്ട് ഒരു അധ്യായമെങ്കിലും ബൈബിൾ വായിച്ച് ധ്യാനിക്കുന്ന ആളുകൾ മാത്രം ഒന്ന് കൈ ഉയർത്തുക. കൈ താത്തിക്കും. അപ്പോൾ കൈ ഉയർത്താത്തവർ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ബന്ധനത്തിലാകുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സ്വൈര്യമുള്ളൊരു ജീവിതം ഉണ്ടെങ്കിലും എന്നെങ്കിലും നനച്ചിരിക്കാത്തൊരു നേരത്തൊരു അത്യാഹിതം വന്നാൽ നിങ്ങളെ രക്ഷിക്കാൻ ഈ ലോകത്തിൽ ഒരു വൈദ്യശാസ്ത്രത്തിനും കഴിയില്ല. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരാൻ ഈ ലോകത്തിൽ ഒരു ബുദ്ധിരാക്ഷസനും കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ രക്ഷപ്പെടാമെന്ന് പഴുതു പറയാൻ ഒരു മന്ത്രവാദിക്കും കഴിയില്ല. ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയില്ല. സഹായിക്കാൻ കഴിയുന്ന ഒരുവൻ മാത്രം, അവൻ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. വിശ്വസിക്കുന്ന നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നതാണിത്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ പുസ്തകം നമ്മളെ ചിന്താവിഷയത്തിലേക്ക് കടന്നു വരാൻ 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പ്രിയ സ്നേഹിത സഹോദര, ഈ ലോകത്തിൽ പല മഹാന്മാരും ജനിച്ച് വീണിട്ടുണ്ട്. മഹാന്മാരായി ജനിക്കാത്തവർ, അല്ലെങ്കിൽ സാധാരണ ജനനം ജനിച്ച് മഹാന്മാരായി ജീവിച്ചു മരിച്ചവരുണ്ട്. ലോകത്തെ കിടുകിട വിറപ്പിച്ച പല ചക്രവർത്തികളുമുണ്ട്. വലിയ യുദ്ധവീരന്മാരുണ്ട്. ഇവിടെ മഹാസാമ്രാജ്യങ്ങൾ പണിതവരുണ്ട്. വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരുണ്ട്. പക്ഷേ ഈ ലോകത്തിൽ അവരാരും വന്നത് നമുക്കൊരു നന്മയും പ്രദാനം ചെയ്തിട്ടില്ല. നമുക്ക് നന്മ ചെയ്തത് യേശുക്രിസ്തുവിൻ്റെ ജനനമാണ്. നിങ്ങൾക്ക് വലിയ സന്തോഷമില്ല. യേശുവിൻ്റെ ജനനമാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നതാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ചത്. നിങ്ങളുടെ ചരിത്രം മാറാത്തത് കൊണ്ടാണ് നിങ്ങൾ ഹല്ലേലൂയ പറയാത്തെങ്കിൽ എനിക്ക് പരിഭവമില്ല. നിങ്ങളുടെ ചരിത്രം മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും വലിയൊരു ഹല്ലേലൂയ ദൈവത്തിന് കൊടുക്കണം, വലിയൊരു നന്ദി ദൈവത്തിന് കൊടുക്കണം. യേശു ചരിത്രത്തിലേക്ക് കടന്നു വന്നതാണ്. പ്രിയപ്പെട്ടവരെ, യേശു ജനിച്ചതൊരു ശിശുവായിട്ടാണ്.
യെശയ്യാവ് 9:6 പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, എന്നാൽ ഒരു മകൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന വചനം. മകൻ എന്ന് പറഞ്ഞാൽ 30 വയസ്സായപ്പോൾ അഭിഷിക്തനായ ക്രിസ്തുവിനെ കുറിച്ചാണ് ആ വചനം സൂചിപ്പിക്കുന്നത്. നമുക്ക് നൽകിയത് ശിശുവിനെയല്ല. കത്തോലിക്കർ ഇന്നും കയ്യിൽ കുഞ്ഞുണ്ണിയെ എടുത്തു വെച്ച് ഉണ്ണിയേശുവിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, എത്ര വിഡ്ഢിത്തമാണ്! ഉണ്ണിയായ യേശുവിനല്ല നിന്നെ രക്ഷിക്കാൻ കഴിയുന്നത്. ഉയർത്തെഴുന്നേറ്റവനായ, മരണത്തിലൂടെ കടന്നുപോയവനായ, പാപപരിഹാരം യാഗമായി തീർന്ന കർത്താവായ യേശുവിനല്ലാതെ മറ്റാർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നീ ലോകത്തിൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരു നാമവും നിന്നെ രക്ഷിക്കില്ല. ഒരു നാമമേ രക്ഷിക്കൂ, യേശുവിൻ്റെ നാമം. കാരണം അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ കൊറോണ കാലത്ത് മരിച്ച ദൈവമല്ല. അവൻ മറയ്ക്കുള്ളിൽ പോയവനല്ല. അവൻ മാന്യമായി തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കാനും കരുതുവാനും അവർക്ക് അപ്പവും വെള്ളവും തക്ക സമയത്ത് കൊടുക്കുവാനും അവരെ പരിപാലിക്കുവാനും അവരെ സുഖപ്പെടുത്തുവാനും അവരെ അനുഗ്രഹിക്കാനും കൂടെ ഇറങ്ങി നടന്ന ദൈവമാണ്. അവനെ തടയാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ദൂതന്മാർ വന്നാൽ മടങ്ങാൻ, അല്ലെങ്കിൽ അവരെ വരാതിരിക്കാൻ വേണ്ടി 21 ദിവസം വേണമെങ്കിൽ പാർസി രാജ്യത്തിൻ്റെ പ്രഭുവിനെ എതിർത്ത് നിൽക്കാൻ കഴിയും. പക്ഷേ യേശു വന്നാൽ, മധ്യാകാശത്തിൽ അവൻ വെളിപ്പെട്ടാൽ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ പിന്നെ ഒരു ശക്തിക്ക് അവനെ തടയാൻ പറ്റില്ല. ഹമാസ് അയക്കുന്ന റോക്കറ്റുകളെ തടയാൻ അയൺ ഡോമോ അല്ലേ, അങ്ങനെ എന്തോ ഒരു സാധനം ഇസ്രായേൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന് എല്ലാത്തിനും ഒന്നും തടയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആയിരക്കണക്കിന് ഇസ്രായേലികൾ കൊല്ലപ്പെടുകയാണ്.